ഫലസ്തീൻ രാഷ്ട്രം എന്നുള്ള ഒരു പ്രമേയം അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു വഴി ഒരുങ്ങാതെ ഒരു തരത്തിലും ബന്ധം സ്ഥാപിക്കുക സൗദി അറേബ്യക്ക് സാധ്യമല്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇന്ന് സൗദിയുടെ വിദേശകാര്യ മന്ത്രാലയം. അതിൽ തന്നെ സൗദി കിരീടാവകാശി കഴിഞ്ഞ 2024 സെപ്റ്റംബറിൽ എടുത്ത നിലപാട് ഷൂറ കൗൺസിൽ യോഗത്തിൽ പറഞ്ഞ നിലപാട് വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രം, ഫലസ്തീൻ രാഷ്ട്രം പിറക്കാതെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് നയതന്ത്ര ബന്ധം സാധ്യമല്ല. അതോടൊപ്പം മറ്റൊരു കാര്യം സൗദി അറേബ്യ വ്യക്തമാക്കുന്നത്, നിലവിലെ സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളിലേക്ക് ഗസക്കാരെ മാറ്റുവാനുള്ള നീക്കങ്ങളുണ്ട്, ഇതിനെ ലോകരാജ്യങ്ങൾ എതിർക്കണമെന്നും പറയുന്നുണ്ട്. ഈ ഒരു തരത്തിലാണ് ഇന്ന് സൗദി അറേബ്യയുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, കാരണം നേരത്തെ ട്രംപ് വന്ന സമയത്താണ് മറ്റു അറബ് രാജ്യങ്ങളുമായിട്ടുള്ള അബ്രഹാം അക്കോർഡ്സിന്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കൽ നടന്നത്. എന്നാൽ പുതിയ പശ്ചാത്തലത്തിൽ അത്ര എളുപ്പമാകില്ല കാര്യങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ സൗദി അറേബ്യയുടെ പ്രസ്താവനയുമായിട്ട് പറയുന്നത്. അതിന് അവസാന ഭാഗത്ത് പറയുന്നത്, ഇതിൽ വിട്ടുവീഴ്ചയില്ല, ഈ നിലപാടിൽ മാറ്റമില്ല, അത് സൗദി അറേബ്യ ആവർത്തിച്ചതാണ്, അത് വീണ്ടും ആവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിക്കുന്നത്. അതേസമയം ട്രംപിനോട് ഈ വിഷയത്തിൽ സൗദി അറേബ്യയുമായി ഇസ്രായേലിന്റെ ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ അതിന് ഫലസ്തീൻ രാഷ്ട്രം എന്നുള്ളൊരു ഉപാധി വെച്ചിട്ടുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറയുന്നത് ഇല്ല എന്നുള്ളതാണ്. കാരണം ആ ഒരു തരത്തിൽ നേരിട്ടുള്ള ചർച്ചകൾ നിലവിൽ നടന്നിട്ടില്ല. കാരണം ട്രംപിന്റെ പശ്ചിമേഷ്യൻ ദൂതനായ ഡേവിഡ് വിറ്റ്കോഫ് ആണ് കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യയിൽ എത്തുകയും സൗദി അറേബ്യയിൽ വെച്ചുകൊണ്ട് തന്നെ ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് ആകാൻ പോകുന്ന വ്യക്തിയുമായി കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഒരു സൗദി ഫലസ്തീൻ ബന്ധം എന്നുള്ള വിഷയം വീണ്ടും ഉയർന്നു വരുന്നത്. അതിൽ സൗദി അറേബ്യ വെച്ച ഉപാധികളുടെ സൗദി അറേബ്യ വളരെ കർക്കശമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഒരു ഫലസ്തീൻ രാഷ്ട്രം സാധ്യമാകാതെ ഇസ്രായേലുമായി ഒരു നയതന്ത്ര ബന്ധം ആലോചിക്കാൻ കഴിയില്ല എന്നാണ് അവരുടെ നിലപാട്.